ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മഹാരാഷ്ട്രയിൽ ഈ വർഷം അവസാനം നിയമസഭാ തിരഞ്ഞെടുപ്പ് കടന്നു വരികയാണ്. കോൺഗ്രസും NCPയും ശക്തമായ ഒരുക്കങ്ങളാണ് മഹാരാഷ്ട്രയിൽ നടത്തുന്നുള്ളത്. ഒരു പരീക്ഷണത്തിനും അവർ മുതിരുന്നുണ്ട്. പക്ഷേ ആ പരീക്ഷണത്തിന് കോൺഗ്രസും NCPയും മുതിർന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പരാജയത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആ പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ BJPയുടെ പൊടി പോലും കാണില്ല. ചിലപ്പോൾ പരീക്ഷണം എട്ടുനിലയിൽ പൊട്ടിയേക്കാം. എന്നാലും 80% വിജയസാധ്യത തന്നെയാണ് ആ പരീക്ഷണത്തിനുള്ളത്. ആ പരീക്ഷണം എന്ന് പറയുന്നത് പ്രകാശ് അംബേദ്കർ ആണ്. ബരിപ്പ ബഹുജൻ മഹാ അഗതിയും AIMIM അതായത് മജ്ലിസുൽ ഇത്തിഹാദുൽ മുസ്ലിമും ഒന്നിച്ചു ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കിയിരുന്നു മഹാരാഷ്ട്രയിൽ. വഞ്ചിത് ബഹുജൻ അഗതി VBAക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു MP ഉണ്ടായിരുന്നു. അതായത് ശക്തമായ പോരാട്ടത്തിലൂടെ ശിവസേനയുടെ കോട്ടയായ ഔറംഗാബാദ് ഇവർ പിടിച്ചെടുക്കുകയായിരുന്നു. അത് മാത്രമല്ല, കോൺഗ്രസും NCPയും ഈ പരീക്ഷണത്തിലേക്ക് കടന്നു പോകാനുണ്ടായ സാഹചര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും NCPന്റെയും സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലും തോറ്റുപോകാനുള്ള കാരണം VBAയുടെ സ്ഥാനാർത്ഥികളാണ്. അതായത് വഞ്ചിത് ബഹുജൻ അഗതിയുടെ സ്ഥാനാർത്ഥികൾ. മുസ്ലിം വോട്ടുകളും ദലിത് വോട്ടുകളും രണ്ടായി തരംതിരിക്കാൻ ഇതിലൂടെ സാധിച്ചു. അതായത് കോൺഗ്രസിലേക്ക് പകുതി വോട്ടുകളും മറ്റു വോട്ടുകൾ ഈ VBAയുടെ സ്ഥാനാർത്ഥികളിലേക്കും ലഭിച്ചതോടുകൂടി മുസ്ലിം ദളിത് വോട്ടുകൾ രണ്ടായി തരംതിരിച്ചു പോയി. അങ്ങനെ പോകുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് കോൺഗ്രസിന്റെയും NCPന്റെയും സ്ഥാനാർത്ഥികളാണ്. അതായത് പലയിടങ്ങളിലും നിസ്സാര വോട്ടുകൾക്കാണ് കോൺഗ്രസ് NCP സ്ഥാനാർത്ഥികൾ തോറ്റുപോയത്. പിന്നീട് കോൺഗ്രസും NCPയും വ്യക്തമായ ഒരു കൂടിയാലോചന നടത്തി. ആ കൂടിയാലോചനയിൽ വ്യക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത്, VBA കൂടെയുണ്ടെങ്കിൽ, അതായത് പ്രകാശ് അംബേദ്കറും അതുപോലെ തന്നെ OICയും കൂടെയുണ്ടെങ്കിൽ മുസ്ലിം ദലിത് വോട്ടുകൾ സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ള വോട്ടുകൾ നമുക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ എല്ലാ വോട്ടുകളും കോൺഗ്രസ് NCP സഖ്യത്തോടൊപ്പം നിന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ അധികാരം പിടിക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ കോൺഗ്രസ് NCP സഖ്യം ആലോചിക്കുന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അതാണ് രസകരമായ സംഭവം. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും NCPയുടെയും നേതാക്കൾ പ്രകാശ് അംബേദ്കറിനെ സമീപിക്കുന്നു. പ്രകാശ് അംബേദ്കറിനെ സമീപിച്ചതിന് ശേഷം ഇവർ ഒരു തീരുമാനത്തിലെത്തുന്നു. 288 സീറ്റുകൾ നമുക്ക് തുല്യമായി വീതിക്കാം. 96 സീറ്റുകൾ കോൺഗ്രസും 96 സീറ്റുകൾ NCPയും 96 സീറ്റുകൾ പ്രകാശ് അംബേദ്കറും OICയും അടങ്ങുന്ന സഖ്യത്തിനും നൽകാൻ ഇവർ തീരുമാനിക്കുന്നു. എന്നാൽ പ്രകാശ് അംബേദ്കർ ഈ തീരുമാനത്തോട് നോ പറയുകയുണ്ടായി. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ 96 സീറ്റുകളിൽ നിന്ന്, അതായത് പ്രകാശ് അംബേദ്കറിനും OICക്കും നൽകുന്ന 96 സീറ്റുകളിൽ നിന്ന് മറ്റുള്ള ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതായത് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അങ്ങനെയുള്ള ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ സീറ്റുകളിൽ നിന്ന് വീതിച്ച് നൽകണമെന്നാണ് കോൺഗ്രസും NCPയും പറഞ്ഞത്. എന്നാൽ ഈ തീരുമാനം അംഗീകരിക്കാൻ പ്രകാശ് അംബേദ്കർ തയ്യാറായില്ല. മറിച്ച് പ്രകാശ് അംബേദ്കർ ഒരു ഡിമാൻഡ് കോൺഗ്രസിനും NCPക്കും മുന്നിൽ വെക്കുകയുണ്ടായി. അതായത് 50-50, നേരെ പകുതി സീറ്റുകൾ എനിക്ക് തരണം എന്നാണ് പ്രകാശ് അംബേദ്കർ കോൺഗ്രസിനോടും NCPയോടും ആവശ്യപ്പെട്ടത്. അതോടുകൂടി ഈ സഖ്യ സാധ്യത ഏകദേശം പാതി വഴിയിൽ നിൽക്കുകയാണ്. 144 സീറ്റുകൾ പ്രകാശ് അംബേദ്കർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ 144 സീറ്റുകൾ നൽകാൻ കോൺഗ്രസും NCPയും തയ്യാറാവണം. നിലവിൽ കോൺഗ്രസിന്റെയും NCPയുടെയും അവസ്ഥ മഹാരാഷ്ട്രയിൽ വലിയ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മുന്നേറ്റത്തിന് സാധ്യതയുള്ള VBA കൂടെ നിർത്തിയില്ലെങ്കിൽ 288 മണ്ഡലങ്ങളിലും VBA അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തും. അങ്ങനെ VBA അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ മുസ്ലിം ദലിത് വോട്ടുകൾ കോൺഗ്രസ് NCP സഖ്യത്തിലേക്ക് പോകുന്നതിന് പകരം ഇവരുടെ കൂടെ നിൽക്കും. അങ്ങനെ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ അതേ പരാജയം തന്നെയായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ
കോൺഗ്രസ് NCP സഖ്യം നേരിടുക. അതുകൊണ്ട് ഈ സഖ്യത്തെ പരിപൂർണമായും തള്ളാൻ കോൺഗ്രസ് NCP തയ്യാറായിട്ടില്ല. മറിച്ച് പ്രകാശ് അംബേദ്കറുമായി ഇനിയും ഒരു ചർച്ചയ്ക്ക് തയ്യാറായി വരികയാണ്. ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ശിവസേന സഖ്യം വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറിച്ച് ചർച്ചയ്ക്ക് തയ്യാറായി അവർ ആവശ്യപ്പെടുന്ന സീറ്റുകൾ നൽകിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ BJPയുടെ പൊടി പോലും കാണാത്ത ഒരവസ്ഥയുണ്ടാക്കാൻ ഈ മഹാസഖ്യത്തിന് സാധിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.